ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പാറൂസ് ക്രിയേഷൻസ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചൂരമീൻ വറുത്തരച്ച് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടി വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഒരു ചൂരക്കറി റെസിപ്പി, അല്ലെങ്കിൽ നമ്മുടെ കേരള ചൂരക്കറി, അല്ലെങ്കിൽ വറുത്തരച്ച കറിമീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ എന്ന് പറയുമ്പോൾ ഇന്നിവിടെ വീട്ടിൽ ചൂരമീൻ വാങ്ങിയിട്ടുണ്ട്. ഒരു 250 ചൂര നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ 250 ആ ഒരളവിൽ ഒരു ചൂര, നല്ല പച്ച ചൂരയാണ് വാങ്ങിയിട്ടുണ്ട്. അപ്പം അത് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. ആ സമയത്ത് 250 ഉള്ളി, ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഒരു 250 കൈപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് ഉള്ളിയാണ്. നിങ്ങൾക്ക് ചെറിയ ഉള്ളിയാണെങ്കിൽ നിങ്ങളുടെ ഒരു കൈയുടെ ഉള്ളനുസരിച്ച്, നിങ്ങളുടെ ഒരു കൈയുടെ ഉള്ളനുസരിച്ച് ഒരു 250 ഉള്ളിയും ഒരു 4-5 പച്ചമുളകും ഞാനിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ വേണ്ട ആവശ്യത്തിനുള്ളത് തേങ്ങ, നല്ല ചിരകിയ തേങ്ങ, ഞാനൊരു അരമുറി തേങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊന്ന് വറുത്തരച്ചെടുക്കണം. അപ്പോൾ വറുത്തരയ്ക്കാനായിട്ട് ഞാനിപ്പോൾ അരമുറി തേങ്ങ, പിന്നെ 2 ചെറിയ ഉള്ളി നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കി വട്ടത്തിൽ അരിഞ്ഞിടുവാണ് കേട്ടോ, ഈസി ആയിട്ട്. പിന്നെ ഇതിനാവശ്യമായെന്ന് പറഞ്ഞാൽ കുരുമുളക് വേണം. കുരുമുളക് ആവശ്യത്തിന്, നിങ്ങൾക്കിപ്പോൾ പൊടിച്ചതാണെങ്കിൽ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനതിനെ പൊടിച്ച് വെച്ചിട്ടില്ല, അത് കാരണം ഞാനിപ്പോൾ വലിയ തോതിൽ ആ കുരുമുളക് അതേപടി ഇട്ട് കൊടുക്കുവാണ് വറുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് പിന്നീട് ഇതൊന്ന് വറുത്തതിന് ശേഷം ഗ്രൈൻഡപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് പൊടിയാണെങ്കിൽ പിന്നീട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ വേറെ ഒന്നും ഇടില്ല. ഇതിൽ പിന്നെ വറ്റൽ മുളക് ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഞാനിവിടെ വറ്റൽ മുളക് ചേർത്തിട്ടില്ല. ഞാനിപ്പോൾ തേങ്ങയും 2-3 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിൽ കുരുമുളക് ചേർത്ത് നല്ല രീതിക്ക് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു വലിയ നെല്ലിക്ക അളവിൽ ഒരു പുളി നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളി ഉപയോഗിക്കാം. ഞാനിവിടെ വാളംപുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വാളംപുളി വലിയൊരു നെല്ലിക്ക തോതിൽ ഞാനെടുത്ത് കോരാനിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ നന്നായിട്ട് റോസ്റ്റപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ തേങ്ങ ഈ ഒരു തോതിലാണ് കേട്ടോ, ഒരു ബ്രൗണിഷ് കളറിലാണ് ഞാനിതിനെ വറുത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തോതിൽ നിങ്ങളാക്കി കൊടുക്കുക. നന്നായിട്ട് വറുത്തെടുക്കുക, കരിയാനായിട്ട് ഇടവരുത്തരുത്. ഇപ്പോൾ എണ്ണയ്ക്ക് തോത് കുറവാണ്, ഇപ്പോൾ എണ്ണ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എണ്ണ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം അതിനൊന്ന് നിലത്തിറക്കി വെക്കുക. നിലത്തിറക്കി അതിൻ്റെ ആ ചൂടോടെ തന്നെ ആവശ്യത്തിന് ഞാനിപ്പോൾ 2 സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ആ ചൂടോടുകൂടി തന്നെ നന്നായിട്ട് മിക്സപ്പ് ചെയ്തെടുക്കുക. നിങ്ങൾ ഫ്ലെയിമിൽ വയ്ക്കരുത്. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇതിനൊന്ന് വറുത്തിറക്കിയത്. അപ്പോൾ താഴെ നിലത്ത് ഇറക്കി വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിക്ക് ഇതുപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് വറുത്തിട്ട് 1 സ്പൂൺ ഉലുവപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഉലുവ പൊടിക്കാത്തുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഗ്രൈൻഡപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ചേർന്നോളും. ഇപ്പം ഞാനിപ്പോൾ ഉലുവപ്പൊടി 1 സ്പൂൺ ഉലുവപ്പൊടിയോളം ചേർത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി ചേർത്ത് റോസ്റ്റപ്പ് ചെയ്ത് ആ തേങ്ങയോട് ചേർത്ത് നന്നായിട്ട് മിക്സപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി തണുക്കാനായിട്ട് വയ്ക്കാം. ആ സമയത്ത് ഇപ്പോൾ ഞാൻ നല്ല രീതിക്ക് നമ്മുടെ അരിഞ്ഞ് നല്ല തോതിൽ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഈ ചെറിയ തോതിൽ 250 ഉള്ളി കീറി 4ആയിട്ട് കീറിയിടാം. പച്ചമുളകും ഇതുപോലെ കീറി വൃത്തിക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടെ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റി റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ല തോതിലൊന്ന് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വച്ചിരിക്കുന്ന ആ ഒരു വലിയ നെല്ലിക്ക അളവിൽ ഞാൻ പറഞ്ഞല്ലോ, വാളംപുളി, ആ പുളിയും ഈ നമ്മൾ റോസ്റ്റപ്പ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങയുമായിട്ട് നന്നായിട്ട് നല്ലൊരു രീതിയിൽ അരച്ചെടുക്കുക. നല്ലൊരു പേസ്റ്റ് വിധത്തിലായിട്ട് നിങ്ങൾ അരച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, നമ്മൾ കഴുകി വൃത്തിയാക്കി മീൻ എടുത്തിട്ടുണ്ടല്ലേ. നമ്മൾ ഈ മീൻ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആവശ്യത്തിന്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ആവശ്യത്തിനൊരു മീഡിയം സൈസിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഇനിയും ചെറുതായിട്ട് വേണമെങ്കിൽ വറുത്തരയ്ക്കുമ്പോൾ മീൻ ചെറുതായിട്ട് അരിയുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഞാൻ ആ ഉള്ളി പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ ഒരു സ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് നിങ്ങൾക്ക് ഉപ്പില്ലെങ്കിൽ വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തോതിൽ ഒരു സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് കൈ കൊണ്ട് തന്നെ അരച്ച്, കാരണം പുളി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൊത്തൊന്നും വരാത്ത രീതിയിൽ ഞാൻ നല്ല രീതിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അരിച്ച് നല്ല രീതിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി മിക്സിയിൽ വരുന്നത് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് എനിക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി കിട്ടുന്ന കണക്കിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് വാട്ടറൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇതൊന്ന് ഒന്ന് കുറുകി വരുന്ന രീതിയിലാണ് ഞാൻ ആവശ്യമായിട്ടുള്ള
അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു മൺചട്ടിക്ക് അളവിന് എടുത്തിട്ടുണ്ട്. കളറ് നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ മുളക് പൊടി കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം എനിക്ക് ആവശ്യമായിട്ടുള്ളത് ഇത്രയാണ്. പിന്നീട് എനിക്ക് വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ മിക്സപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് അടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ അടുപ്പിൽ മീൻകറി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇന്ന് വാങ്ങിയ ചൂര മീനാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിനെക്കാട്ടും അന്നന്ന് വെക്കുന്ന മീൻകറിക്ക് ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഇന്ന് വെച്ചത് അതുകൊണ്ട് ഞങ്ങളിപ്പോൾ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് തന്നെ ഞാൻ ആ ചൂരമീൻ നല്ല രീതിയിൽ പാകത്തിന് മിക്സപ്പ് ചെയ്ത് ഇതാ വച്ചിരിക്കുകയാണ്. നല്ല അടച്ച് ക്ലോസപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നോക്കുക. ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വന്നതിന് ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് ഉപ്പ് ആവശ്യത്തിനില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നല്ലൊരു രീതിക്ക് കളറോട് കൂടി കണ്ടല്ലോ, ഒരു നല്ലൊരു കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവസാനം എന്ത് ചെയ്യുക, ഒന്ന് കടുക് താളിച്ച് നമ്മുടെ എണ്ണയും കടുകും കറിവേപ്പിലയിട്ട് കടുക് താളിച്ച് മീനിലോട്ട് കുറച്ചുകൂടെ ടേസ്റ്റിനായിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മീൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കുട്ടി വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ നിങ്ങൾ വീട്ടിൽ വറുത്തരച്ച ചൂരമീൻ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. നമ്മൾ സാധാ മീൻ കറി വെക്കുന്നതിനെക്കാട്ടിയും ഇങ്ങനെ ചൂര വറുത്തരച്ച് വയ്ക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും വീട്ടിൽ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.